നമസ്കാരം. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ നർത്തകിയും സോഷ്യൽ മീഡിയയിലെ തിളങ്ങുന്ന താരവുമായ സൗഭാഗ്യ വെങ്കിടേഷ് തന്റെ സ്വപ്ന ബിസിനസ് സംരംഭമായ പൂവ് എന്ന ബ്രാൻഡ് അപ്രതീക്ഷിതമായി അവസാനിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അങ്ങേയറ്റം വേദനയോടെയും വിങ്ങുന്ന ഹൃദയത്തോടെയുമാണ് താൻ ഈ കഠിനമായ തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് സൗഭാഗ്യ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ബിസിനസ് രംഗത്ത് വിശ്വസിച്ച് കൂടെ കൂട്ടിയ പങ്കാളിയിൽ നിന്നും നേരിടേണ്ടി വന്ന കടുത്ത ചതിയും വഞ്ചനയുമാണ് നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഈ ബ്രാൻഡ് പെട്ടെന്ന് പൂട്ടിപ്പോകാൻ പ്രധാന കാരണമെന്ന് താരം പരസ്യമായി വെളിപ്പെടുത്തുകയായിരുന്നു. ഏറെ പ്രതീക്ഷകളോടെ തുടങ്ങിയ ഒരു സംരംഭം കൂടെയുള്ളയാൾ വാക്കു പാലിക്കാത്തത് കൊണ്ട് മാത്രം ഇങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നത് ഒരു സംരംഭകയെ സംബന്ധിച്ച് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണെന്നും തന്റെ മകളുടെ 4ാം ജന്മദിന വേളയിലായിരുന്നു വളരെ വലിയ ആഘോഷപൂർവ്വം ഒരു പുതിയ ബിസിനസ് മേഖലയിലേക്ക് താൻ കാലെടുത്ത് വെക്കുന്നു എന്ന കാര്യം സൗഭാഗ്യയും ഭർത്താവ് അർജുനും ചേർന്ന് ആരാധകരെ അറിയിച്ചത്. അന്നു മുതൽ ഈ സംരംഭത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ സ്വപ്നങ്ങളിൽ വിശ്വാസമില്ലായതുകൊണ്ടോ അല്ലെങ്കിൽ ആളുകളുടെ പ്രോത്സാഹനക്കുറവ് കൊണ്ടോ അല്ല പൂവെന്ന ബ്രാൻഡ് അടച്ചുപൂട്ടുന്നതെന്നും സൗഭാഗ്യ വ്യക്തമാക്കുന്നു. തികച്ചും വഞ്ചനയിൽ കലാശിച്ചൊരു മോശം ബിസിനസ് പങ്കാളിത്തമാണ് ഈ തകർച്ചയ്ക്ക് വഴിവെച്ചത്. മറ്റൊരാളിൽ താൻ അത്രയും അധികം പൂർണ്ണമായി വിശ്വസിച്ചു. എന്നാൽ ആ വിശ്വസ്തതയും മര്യാദയും അപ്പുറത്തു നിന്നും ഉണ്ടായില്ല. ഒരിക്കലും തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വരുമെന്ന് വിചാരിക്കാത്ത കടുത്ത തീരുമാനങ്ങളുടെ ആഘാതങ്ങളാണ് ഒടുവിൽ തനിക്ക് ഈ പങ്കാളി കാരണം അനുഭവിക്കേണ്ടി വന്നതെന്നും താരം പറയുന്നു. ഒരു ബ്രാൻഡ് പൂജ്യത്തിൽ നിന്നും കെട്ടിപ്പടുക്കുന്നതിന് ഒരുപാട് സമയവും സ്നേഹവും പണവും ഒപ്പം ഉറക്കമില്ലാത്ത നിരവധി രാത്രികളുടെ അധ്വാനവും ആവശ്യമുണ്ട്. അത് മറ്റൊരാൾ കാരണം നശിക്കുന്നത് ഹൃദയഭേദകമാണെന്നും സൗഭാഗ്യ സോഷ്യൽ മീഡിയയിൽ കൂടി എഴുതിയ കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു. ആദ്യ ദിവസം മുതൽ തങ്ങളെ വിശ്വസിച്ച് കൂടെ നിന്ന് എല്ലാവരോടും ഇതിന്റെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്താൻ തനിക്ക് കടമയുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ സങ്കടം പങ്കുവച്ചതെന്നും താരം പറയുന്നു. ബിസിനസ്സിലെ ഏറ്റവും കഠിനമായ പാഠം എന്തെന്നാൽ നമ്മൾ കൊടുക്കുന്ന അത്രയും സത്യസന്ധതയോ വിശ്വസ്തതയോ മറ്റുള്ളവർ തിരിച്ചു നൽകണമെന്നില്ല എന്ന് തിരിച്ചറിയുന്നതാണെന്നും സൗഭാഗ്യ പറഞ്ഞു. സ്വന്തം മനസ്സിന്റെ സമാധാനം കളഞ്ഞുകൊണ്ട് ഇനിയും ഈ വഞ്ചകരെയും താങ്ങി മുന്നോട്ട് പോകുന്നതിനേക്കാൾ ഭേദം ഈ അധ്യായം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണെന്നും താരം ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ ഒരു സംരംഭകൻ എന്ന നിലയിൽ ഇത് തന്റെ അവസാനമല്ലെന്നും കൂടുതൽ കരുത്തോടെയും വിവേകത്തോടെയും ശരിയായ അടിത്തറയോടെയും താൻ ബിസിനസ് ലോകത്തേക്ക് ശക്തമായി തിരിച്ചു വരുമെന്നും സൗഭാഗ്യ പ്രഖ്യാപിക്കുന്നുണ്ട്. സൗഭാഗ്യയുടെ സങ്കടക്കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ആരാധകരും സുഹൃത്തുക്കളുമാണ് താരത്തിന് ആശ്വാസവാക്കുകളുമായി എത്തുന്നത്. പ്രശസ്ത താരം കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണയും സൗഭാഗ്യയ്ക്ക് വലിയ പിന്തുണയുമായി കമന്റ് ബോക്സിലെത്തി. കൈപ്പേറി ഇത്തരം അനുഭവങ്ങൾ ജീവിതത്തിൽ കൂടുതൽ കരുത്തു പകരുമെന്നും ആളുകളെ വിവേകത്തോടെ തിരഞ്ഞെടുക്കാൻ അത് സഹായിക്കുമെന്നും സിന്ധു പറയുന്നുണ്ട്. ഭാവി സംരംഭങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട്. എന്തായാലും സൗഭാഗ്യയുടെ സംരംഭം അത് വലിയ രീതിയിൽ ജനകീയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. പൂവ് എന്ന പേരിൽ കുട്ടികളുടെ വസ്ത്രങ്ങൾക്കുള്ളൊരു ബ്രാൻഡായിരുന്നു അത് അവസാനിപ്പിക്കുന്നത് നിലവിൽ തന്റെ ബിസിനസ് പാർട്ണർ തന്നെ ചതിച്ചതുകൊണ്ടാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സൗഭാഗ്യ ഔദ്യോഗിക കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്.